മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലി. കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷം മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരവും അലി വില്ലേജ് ഓഫീസറായിരുന്ന കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിനായിരുന്നു. കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസറായിരിക്കുന്ന വേളയിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലിക്ക് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം തേടിയെത്തിയത്. അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. കഴിഞ്ഞ 5 മാസം മുമ്പാണ് എ അലി കൊപ്പത്ത് വില്ലേജ് ഓഫീസറെ ചാർജ് എടുത്തത്. 2023 പ്രവർത്തന മികവിനാണ് പുരസ്കാരം. 2022 മികച്ച വില്ലേജ് ഓഫീസറുള്ള പുരസ്കാരം അലി വില്ലേജ് ഓഫീസറായുള്ള കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസറാണ് ലഭിച്ചിരുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളും അവാർഡിന് പരിഗണിച്ചു. ജനങ്ങളോടുള്ള മികച്ച ഇടപെടലുകളായിരിക്കാം അംഗീകാരത്തിലേക്ക് വഴിവെച്ചതെന്ന് എ അലിയും സൂചിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നത് ഒബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അതേപോലെ സബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അവർ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാവശ്യം എല്ലാ ആളുകൾക്കും, ഇതിന് മുമ്പ് അങ്ങനെ തന്നെ ആയിരിക്കാം, പക്ഷേ ഇപ്രാവശ്യം ശരിക്കും വളരെ വ്യക്തമായ ഒരു ഓർഡറോട് കൂടിയിട്ടാണിത്. 80% ഒബ്ജക്റ്റീവ് വിഷയങ്ങളും 20% സബ്ജക്റ്റീവ് വിഷയങ്ങളും. ഒബ്ജക്റ്റീവ് വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ നമ്മളെ പെർഫോമൻസായിട്ട് നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സബ്ജക്റ്റീവ് വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്റ്റേണൽ ഏജൻസിനെ വെച്ചിട്ട് അന്വേഷിക്കുകയാണ്. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിനെയും വില്ലേജ് ഓഫീസറൊക്കെ പറ്റി അന്വേഷിച്ച് അവർ കൊടുക്കുന്ന റിപ്പോർട്ട്. 2022 എ അലിയുടെ നേതൃത്വത്തിൽ കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറുള്ള പുരസ്കാരം അന്ന് കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിനെ തേടിയെത്തിയത്. ഇതിന് പിറകെയാണ് മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരവും എ അലിയെ തേടിയെത്തിയത്. വലപ്പുഴ സ്വദേശിയാണ് എ അലി. പൊതുവായിട്ട് ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളായിരിക്കണം അവർ നോക്കേണ്ടത്. അവർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അവർ ജനങ്ങളായിട്ടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ആണ് അതിൽ പറഞ്ഞ് കണ്ടത്. അതൊക്കെ അവർ ഓരോ ആളുകളൊക്കെ വിളിച്ചിട്ട് അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നതെന്നാണ് നമുക്കറിയാവുന്നത്. ഈ 2023 ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ അവാർഡ്. അതായത് 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുലുക്കല്ലൂർ വില്ലേജിലായിരുന്നു 2023 ജനുവരി 1 മുതൽ സെപ്റ്റംബർ മാസം വരെ. അതിനുശേഷം നമ്മൾ കൊപ്പത്തേക്ക് വന്നതാണ്. അപ്പോൾ ഈ 2 വില്ലേജുകളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തിയിട്ടാണ് ഈ അവാർഡ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.